ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് അത്യാവശ്യം കുറേ അയക്കണേ. ഇപ്പോൾ കാര്യമായിട്ട് ഞാൻ ഇടൽ ഒന്നില്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ് ഇടും, അല്ലെങ്കിൽ ചെറിയ ഷോർട്സൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഇടും. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ ഇട്ടിട്ട് ഏകദേശം കുറച്ച് അയക്കണേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ചോദിക്കൽ തുടങ്ങി, എന്താ സുമി ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഇടാത്ത, ഈ വെറും കുക്കിംഗ് ആക്കിയോന്ന്. പിന്നെ ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്, അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും ഈ ഒരു വീഡിയോ ഇടാമെന്ന് കരുതി. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറച്ച് അയക്കണം കേട്ടോ. ഇത് എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാനുള്ളൊരു മടി കാരണം പിന്നെ ആവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിരുന്നൊരു വീഡിയോ ആണ്. പിന്നെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ തുടങ്ങിയാൽ ഒന്നില്ലെങ്കിൽ ഞാൻ ആ പകുതി വെച്ചിട്ട് ആ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണ കാര്യം ഞാൻ മറന്നിട്ട് പിന്നെ ഷൂട്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തിരക്കിൽ വിട്ടിട്ട് ഇനി ബാക്കി പിന്നെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റി വെക്കും. അത് കാരണമാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് ഇടാത്തത്. പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കുക്ക് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടും. പിന്നെ കൂടുതൽ ഷോർട്സ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ സുഖമായതുകൊണ്ട് അധികം അങ്ങനെയും ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാത്തതിന് കാരണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടും കടലയാണ് കേട്ടോ. പിന്നെ ഇത് അസ്വാക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. പഴം ജസ്റ്റ് ഒന്ന് നെയ്യിൽ വാട്ടിയിട്ടെടുത്തതാണ്. അങ്ങനെ പിന്നെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കി, പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡിയാക്കിയതിന് ശേഷം കുറച്ച് സമയം എനിക്ക് കുറച്ചായിട്ട് കിട്ടാറുണ്ട് രാവിലെ. അപ്പോൾ വെറുതെ ഒന്ന് സിറ്റൗട്ടിൽ വന്നിട്ട് ഇരിക്കും, അസു എണീക്കണീൻ്റെ മുമ്പുള്ള കുറച്ച് സമയം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ പിന്നെ പുറത്ത് അങ്ങനെ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നല്ല ശാന്തമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ ആൾക്കാരും സൗണ്ടും ഒക്കെ ആവും. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് എണീറ്റ് അവൾക്കുള്ള ഫുഡൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾക്ക് ഡ്രസ്സൊക്കെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഓള് ഫ്രീ ആയിട്ട് കുറച്ച് നേരം ടി വി കാണുന്ന ഒരു സമയമാണ് കേട്ടോ. അത് ഓളൊരു ടീയക്കുട്ടിയുടെ ഫാനായതുകൊണ്ട് പോകുന്നത് വരെ ടി വി വെക്കുകയാണെങ്കിൽ ടീയക്കുട്ടിയുടെ വീഡിയോ ഇരുന്നിട്ട് അങ്ങനെ കാണും. അപ്പം ഇന്ന് കാര്യമായിട്ടിരുന്ന് കാണുകയാണ്. സ്കൂൾക്ക് പോകാനുള്ള സമയമായിട്ടും പോകാനുള്ള വലിയ മനസ്സൊന്നുമില്ല. അങ്ങനെ പിന്നെ അപ്പോഴേക്കും സയാനും ഉണർന്നു. പിന്നെ അസ്വാൻ്റെ സ്കൂൾ ബസ് വരാനുള്ള സമയമായി. അപ്പം പിന്നെ ഓളെ സ്കൂൾക്ക് പറഞ്ഞയക്കാണ്. അതിന് ശേഷമാണ് സയാന് പിന്നെ രാവിലത്തെ ഫുഡൊക്കെ കൊടുക്കാൻ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഒക്കെ കൂടെ ബസ് വരവും സയാൻ്റെ ഫുഡ് കൊടുക്കലും ഒക്കെ കൂടെ ഒപ്പാകുമ്പോൾ പിന്നെ തിരക്കാകും. അപ്പോൾ പിന്നെ ഓള് പോയതിന് ശേഷമാണ് ഓനിക്കുള്ളത് കൊടുക്കുക. അങ്ങനെ ഓനിക്കുള്ള ഫുഡും കൊടുക്കൽ കഴിഞ്ഞു. പിന്നെ അതുവരെയുള്ള പാത്രങ്ങളൊക്കെ കുറേ കഴുകാനുണ്ടാവും. അതുവരെ ഉള്ളതൊക്കെ ഞാൻ ഒക്കെ എല്ലാം അസുഖം പോയതിന് ശേഷം മാത്രമേ പിന്നെ ചെയ്യുള്ളൂ. അതിൻ്റെ ഇടയിൽ കൂടെ തിരക്കിട്ടിട്ട് ഒന്നും കഴുകാനും ഒന്നും നിൽക്കില്ല. എനിക്ക് ഓള് പോയതിന് ശേഷം സമാധാനത്തോടെ നിന്ന് കഴുകണം. അതിന് വേണ്ടിയിട്ട് ഒക്കെ ഞാൻ കൂട്ടി വെച്ചിട്ട് പിന്നെ ഓള് പോയതിന് ശേഷം മാത്രമേ ഉള്ളൂ അടുക്കള ക്ലീനാക്കലും പാത്രം കഴുകലും അങ്ങനത്തെ പണികളൊക്കെ. ഈ ഒരു ഭാഗം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇതിപ്പോൾ എന്താ ഇങ്ങനെ, ഈ വീഡിയോ എന്താ ഇങ്ങനെ തിരിഞ്ഞു പോയെന്ന്. ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനും ശ്രദ്ധിച്ചതാണ് കേട്ടോ. ഈ ഒരു ക്ലിപ്പ് മാത്രം എന്താ അപ്പോൾ അതിങ്ങനെ ആയിപ്പോയെന്ന്. പിന്നെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇത് റൊട്ടേറ്റ് ചെയ്ത് ശരിയാക്കാൻ നിന്നാൽ പിന്നെ ഇതിൻ്റെ സൈസ് കറക്റ്റ് ആവില്ല. എന്നാൽ പിന്നെ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ പാത്രങ്ങളൊക്കെ കംപ്ലീറ്റ് കഴുകൽ കഴിഞ്ഞു. പിന്നെയുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഗ്യാസ് സ്റ്റവ് അത്യാവശ്യം മോശമായിട്ടുണ്ടാവും. രാവിലത്തെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം മോശമായിട്ടാവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല കിച്ചണ്. രണ്ടും പാത്രം കഴുകലും ഈ ഒരു ഗ്യാസ് ശരിയാക്കലും കൂടി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം നീറ്റായിട്ട് കിടക്കും. അപ്പോൾ അതും കൂടി ഒന്ന് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉള്ളിലോട്ട് പോയിട്ട് തുടക്കാനും അടിച്ചു വരാനും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്കിൻ്റെ സയാനു ഓനെ കുറച്ച് നേരം ഒന്ന് അടക്കിയിരുത്തൊക്കെ വേണ്ടി വരും. അപ്പോൾ ആദ്യം ഇത് രണ്ടും തീർത്ത് അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം എനിക്കിനി ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടി പോവാൻ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഉള്ളിൽ കുറേ സാധനങ്ങളൊക്കെ വലിച്ചു വാരിട്ടിട്ടുണ്ടാവും എൻ്റെ സയാൻ. അപ്പം അതൊക്കെ ഒന്ന് നേരാക്കാനുണ്ടാകും. പിന്നെ റൂമൊന്നും ശരിയാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ റൂമുകളൊക്കെ ശരിയാക്കണം, അടിച്ചു വാരണം, തുടക്കണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതിന് മുന്നേ സയാനെ ഒന്ന് അടക്കി ഇരുത്തിയാലേ ഉള്ളൂ എനിക്ക് ഈ പറയുന്ന പണികളൊക്കെ എടുക്കാൻ പറ്റുക. അപ്പോൾ ഓനക്ക് കുറച്ച് നേരമൊക്കെ ഓന് ടി വി കണ്ടിരിക്കും. ഇപ്പോൾ ആദ്യമൊക്കെ ഫോണുമ്മേ നല്ല കളിച്ചായിരുന്നു. ഇപ്പം ഞാൻ ടി വി വെച്ച് കൊടുത്തിട്ട്
അവിടെ കുറച്ച് നേരം ഇരുത്തും. പിന്നെ ഫോണിൻ്റെ അത്ര ഡേഞ്ചർ അല്ലല്ലോ ടി വി, അതുകൊണ്ട് കുറച്ച് വിട്ടിരുത്തി കൊടുത്ത് പിന്നെ എന്തെങ്കിലും കാർട്ടൂണൊക്കെ കണ്ടാൽ കുറച്ച് നേരമൊക്കെ ഇതിൽ ഇരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് മാറ്റി മാറ്റി ഇങ്ങനെ ഇട്ട് കൊടുക്കണം എന്നുള്ളൂ. കുറച്ച് നേരമൊക്കെ അങ്ങനെ അടങ്ങിയിരുന്നോളും. അപ്പോൾ ഓൻ ഇനി അവിടുന്ന് എണീക്കുന്നതിന് മുന്നേ എനിക്ക് എൻ്റെ ബാക്കി പണികളൊക്കെ തീർക്കാനുണ്ട്. അങ്ങനെ പിന്നെ പെട്ടെന്ന് തുടയ്ക്കൽ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് ഹെൽത്ത് സെൻറ്റർ വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു കേട്ടോ. ഹെൽത്ത് സെൻറ്റർ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, നമുക്ക് നടക്കാനുള്ള ദൂരം തന്നെ ഉള്ളൂ. അങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ നിഴൽ മുന്നിൽ കണ്ടപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു നിഴൽ നോക്കാൻ പാടില്ല, നിഴൽ നോക്കിയാൽ നിഴൽ നമ്മൾ പിടിച്ച് തിന്നുന്നൊക്കെ ഫ്രണ്ട്സുകളുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അതെങ്ങനെ ഓർമ്മ വന്നു, അതൊക്കെ ഒരു കാലം. അങ്ങനെ ചെയ്യാനും വൈറ്റമിൻസ് കൊടുത്തു. പിന്നെ പാൽ കുടിക്കുന്ന അമ്മമാർക്ക് HB ലെവൽ ടെസ്റ്റ് ചെയ്യലുണ്ടായിരുന്നു. പിന്നെ പ്രഷറൊക്കെ നോക്കലുണ്ടായിരുന്നു. എനിക്ക് പ്രഷറും കുറവാണ്, പിന്നെ HB ലെവലും കുറവാണ്. അതിപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനതങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ എനിക്കും അതിനുള്ള അയണിൻ്റെ ഗുളികയൊക്കെ തന്നു. അങ്ങനെ അതും വാങ്ങി വന്ന് പിന്നെ വീട്ടിലെത്തി. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഫുഡ് കഴിക്കാതിരുന്ന് പോയിരുന്നത്. അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സയാനെ ഞാൻ കളിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തതാണ്. ഓന് ഇതേപോലെ ഞാൻ കുക്ക് ചെയ്യണമൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നു ഓനിക്കിങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് കളിക്കണത് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ എടുക്കാൻ വേണ്ടി കൊടുത്തതാണ്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാനുള്ള ഒരുക്കങ്ങളായി. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ കണ്ടതാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി ചോറ് കഴിക്കണത് കണ്ടപ്പോൾ വല്ലാത്ത ആഗ്രഹം അതേപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കളിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ അപ്പോൾ എനിക്ക് ഉണ്ടാക്കി നോക്കണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടു, ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി അതേപോലെ അതിൽ കുറച്ച് മുളക് പൊടി ഇടുക, കുറച്ച് ഓയിൽ ഒഴിക്കുക, പിന്നെ ചെറിയൊരു കഷ്ണം പുളിങ്ങി അതും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. അങ്ങനെ അതുണ്ടാക്കി. പിന്നെ സാമ്പാറുണ്ടായിരുന്നു, മീൻ പൊരിച്ചുണ്ടായിരുന്നു. ഇതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ഫുഡും കഴിച്ചു. അങ്ങനെ പിന്നെ സയാനെ കിടത്തി ഉറക്കി. അതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതിയിട്ട് എടുക്കാണ്ടായിരുന്നു, കുറച്ച് ഭാഗങ്ങൾ മാത്രം. അപ്പോൾ അത് സയാൻ ഉണരുന്നതിൻ്റെ മുന്നേ അതും പിന്നെ ചെറിയൊരു പ്രൊജക്റ്റിൻ്റെ വർക്ക് ചെയ്യാണ്ടായിരുന്നു. അതിൻ്റെ പ്രൊജക്റ്റൊന്നുമല്ല കേട്ടോ, അത് ചെറിയ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടേതാണ്. അപ്പോൾ അതിന് ചെറുതായിട്ട് ബോർഡറും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്താൽ മതി, പിന്നെ എഴുതാനുള്ളതൊക്കെ ഓലെ എഴുതും. അപ്പോൾ അതും കൂടി ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. ഇങ്ങനത്തെ പരിപാടികളൊക്കെ എടുക്കുമ്പോൾ സയാനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ആകെ മൊത്തം കൊളാക്കി തരും. സ്കെച്ചൊക്കെ എടുത്ത് കളിച്ച് പിന്നെ ആകെ കൊളാകും. അവന് ഉറങ്ങുന്ന സമയത്താണ് ഇങ്ങനത്തേതൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ വലിയ രീതിയിലുള്ള അതൊന്നല്ല, ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കണം, കളർ ചെയ്യണം, എന്താ പറയുക, കുറച്ച് കളർഫുള്ളാക്കി കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഞാൻ ഓരോ വീഡിയോസ് കണ്ടിട്ട് അതിലത്തെ പോലെ ബോർഡറുകളൊക്കെ ഇങ്ങനെ വരച്ചെടുക്കുകയാണ്. ചെറിയ കുട്ടിയുടേതാട്ടോ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടേതാണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് കരുതി. എനിക്ക് പിന്നെ പൊതുവെ ഇങ്ങനെ ചിത്രം വരയ്ക്കുക, മൈലാഞ്ചി ഇട്ട് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ് കേട്ടോ. നല്ല രീതിയിലൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇനി ചെയ്ത് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനത്തെ വർക്കുകളായതുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇന്നത്തോടേക്ക് തന്നെ കംപ്ലീറ്റ് ആക്കി കൊടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് ഇരുന്ന് ചെയ്യാമെന്ന് കരുതി. പിന്നല്ലേ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏകദേശമൊക്കെ കംപ്ലീറ്റായി. ചെയ്യാനുണ്ട്, കുറച്ചും കൂടെയൊക്കെ ചെയ്യാനുണ്ട്. ഒരു 5-6 പേപ്പറും കൂടി വരച്ചെടുക്കാണ്ട്. ഇത് 2 ഒരേപോലെ സെയിമായി കാണുന്നത് 2 പേർക്കുള്ളത് പ്രൊജക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് 2 ഒരേപോലത്തെ ഡിസൈനിൽ കാണുന്നത്. കുറച്ചും കൂടിയൊക്കെ വരച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേനും പിന്നെ എനിക്ക് ചെറിയൊരു മടുപ്പ് വന്നപ്പോൾ പിന്നെ ഞാൻ അതിൽ നിന്ന് എണീറ്റു. പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു, അപ്പോൾ അത് മടക്കി വെക്കാമെന്ന് കരുതി. ഇത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്ത ഒരു ബെഡ്ഷീറ്റാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 2 വട്ടമൊക്കെ വാഷ് ചെയ്തു. ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. വാങ്ങി അതേപോലെ തന്നെ ഉണ്ട്, കളർ ഫെയ്ഡാവേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ബെഡ്ഷീറ്റാണ്, കുഴപ്പമൊന്നുമില്ല. ഇന്ന് പിന്നെ കുറച്ച് അധികം തുണികൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. കാരണം 2 ദിവസമായിട്ട് ഞാൻ ഈ ഒരു പണിക്ക് നിൽക്കാത്തത് കൊണ്ട് ആ 2 ദിവസത്തെ തുണികൾ മൊത്തം ഇന്ന് എനിക്ക് മടക്കാണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് അധികം ഡ്രസ്സുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഏകദേശമൊക്കെ വൈകുന്നേരം ആവാനായിരുന്നു. ഈ വീഡിയോ എടുക്കുന്ന ദിവസം
പിന്നെ സമയം കുറേ അങ്ങനെ പോകും. കാരണം നമ്മൾ സ്പീഡിൽ ചെയ്യുന്നതിൻ്റെ കൂടെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ ഒന്ന് സ്ലോ ആവും. അപ്പോൾ ഒന്ന് കുറച്ച് അത്യാവശ്യം നേരം വൈകിയിരുന്നു. പിന്നെ അസ്വ സ്കൂളിട്ട് വരുമ്പോഴത്തേന് ഇന്ന് പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു മുട്ട പുഴുങ്ങി കൊടുത്തു. പിന്നെ എനിക്ക് കോഫി എടുക്കാൻ നല്ലൊരാഗ്രഹം. അപ്പോൾ ഒരു കോഫി ഉണ്ടാക്കി. അതാണ് ഞങ്ങളിന്ന് വൈകുന്നേരത്തെ കഴിച്ചത്. വേറെ ഒന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. അങ്ങനെ ഓൾക്ക് ചായ കൊടുക്കൽ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒരു ചെടിയുടെ പോട്ട് മാറ്റി കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാമെന്ന് കരുതി. ഇപ്പം എൻ്റെ അടുത്ത് അധികം അങ്ങനെ കാര്യമായിട്ട് ചെടികളൊന്നുമില്ല. ആദ്യം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ ആ ചെടിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് പോയപ്പോൾ പിന്നെ കുറേ ചെടികളൊക്കെ അങ്ങനെ പോയി. ഇപ്പോൾ ചെറുതായിട്ടുള്ളൂ, അങ്ങനെ വലിയ ഒരുപാട് ചെടികളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടാക്കാൻ ഇപ്പോൾ ഒരാഗ്രഹം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ഓരോന്ന് ഉണ്ടാക്കി തുടങ്ങണം. അപ്പോൾ ഉള്ള ചെടിയുടെ പോട്ട് മാറ്റി കൊടുക്കാമെന്ന് കരുതി. അങ്ങനെ ഇപ്പോൾ തൽക്കാലം ഞാനിത് ഉള്ളിൽ തന്നെ വെക്കുകയാണ്. ഇത് മാറ്റി കൊടുക്കും. ഞാനിങ്ങനെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഒന്നും വെക്കലൊന്നുമില്ല. അത് മുറ്റത്തെ ചെടികളാണെങ്കിലും എൻ്റെ മൂടിനനുസരിച്ചിട്ട് ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എപ്പോഴായിട്ട് ഇങ്ങനെ മാറ്റി കൊടുക്കും. അപ്പോൾ തൽക്കാലം ഇപ്പോൾ അവിടെ വെച്ചു. ഇനി അത് അവിടെ നിന്ന് മാറ്റി ഓരോ മൂടിനനുസരിച്ചിട്ടാണ് മാറ്റി കൊടുക്കും. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അത്യാവശ്യം നേരം വൈകി കേട്ടോ. പിന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അസ്വാനെ പഠിപ്പിക്കാനിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോ എടുത്താൽ അസ്വാൻ്റെ പഠിപ്പ് പിന്നെ നടക്കില്ല. അപ്പോൾ പിന്നെ ഇവിടെ വെച്ച് സ്റ്റോപ്പാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഒരുപാട് പേര് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക.